ശത്രു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും തകർക്കാൻ എന്തിനും ഏതിനും ഇന്ത്യൻ സൈന്യം ഇപ്പോൾ സജ്ജമാണ്. ഇന്ത്യയുടെ ആയുധപ്പുരയിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ ഇന്ത്യ ആകട്ടെ കൂടുതൽ കരുത്തുറ്റതാകുമെന്നതാണ് വാസ്തവം. ഓപ്പറേഷൻ സിന്ദൂർ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നാലാം S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പുതുപുത്തൻ ആയുധങ്ങളും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും കരുത്തു പകരുന്ന വമ്പൻ പ്രതിരോധ കരാറുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ആകട്ടെ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ കരാറുകൾക്കാണ് ഇപ്പോൾ ഇവിടെ അനുമതി നൽകിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത S-400 മിസൈൽ സംവിധാനങ്ങൾ, സുഖോയ് 30 യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ, പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇവയെല്ലാം തന്നെ വാങ്ങലാണ് ഈ ഒരു കരാറിലൂടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. S-400 നാലാമത്തെ സ്ക്വാഡ്രൺ സ്വീകരിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു സംഘം നിലവിൽ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. നാലാമത്തെ സിസ്റ്റം ഏപ്രിൽ മെയ് മാസങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതായും ഇവിടെ വിലയിരുത്തുന്നുണ്ട്. അഞ്ചാമത്തെ സിസ്റ്റം നവംബർ ഡിസംബർ മാസങ്ങളിൽ എത്തുമെന്നും 5 യൂണിറ്റുകൾ കൂടി വാങ്ങാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 60 ഇടത്തരം വിമാനങ്ങൾ വാങ്ങാനുള്ള നിർദ്ദേശം യോഗത്തിൽ പാസ്സാക്കാനാണ് കൂടുതൽ സാധ്യതകൾ ഉയരുന്നത്. ഇതിനു പുറമെ തന്നെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ കൂടി വാങ്ങാനുള്ള പദ്ധതിക്കും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച റിമോട്ട് പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകൾ, അതായത് ആളില്ലാത്ത യുദ്ധവിമാനങ്ങൾ ഏകദേശം 4 സ്ക്വാഡ്രനുകൾ വാങ്ങാനുള്ള നിർദ്ദേശവും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഡ്രോൺ യുദ്ധവിമാനങ്ങളാകട്ടെ നിർണായക പങ്ക് വഹിക്കും. 800 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ആവശ്യകതയും ഇതിൽ പരിഗണിക്കുന്നുണ്ട്. സായുധ സേനയ്ക്കായി പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സ്ഥാപനമാണ് ഈ ഒരു DAC എന്ന് പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, 3 സർവീസ് മേധാവികൾ, പ്രതിരോധ സെക്രട്ടറി എന്നിവരും ഇതിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിലവിലുള്ള 3 സ്ക്വാഡ്രനുകൾക്ക് പുറമെ തന്നെ 5 സ്ക്വാഡ്രൺ കൂടി വാങ്ങാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ പഴയ AN-32 വിമാനങ്ങൾക്ക് പകരമായി 60 പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങും. ഇതിൽ 12 എണ്ണം നേരിട്ടും ബാക്കി 48 എണ്ണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയിലും നിർമ്മിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച 300 ധനുഷ് ആർട്ടിലറി തോക്കുകൾ, അതാകട്ടെ ധനുഷ് ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിലൂടെ തന്നെ പീരങ്കിയുടെ ശേഷി വർദ്ധിപ്പിക്കും. കൂടാതെ തന്നെ ശത്രു ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള അതീവ പ്രഹരശേഷിയുള്ള വെടിക്കോപ്പുകൾ വാങ്ങുന്നതിനും കൂടുതൽ അനുമതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.